നമസ്കാരം. അർജന്റീന ഫുട്ബോൾ ടീമിന്റെയും ലോകപ്രിയ താരം ലയണൽ മെസ്സിയുടെയും കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് പുതിയ വിപ്ലവാത്മക തിരിവ്. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള കടുത്ത നടപടികളിലേക്ക് വിരൽ ചൂണ്ടുന്ന വാർത്തകളാണ് ആഭ്യന്തര കായിക മന്ത്രാലയങ്ങളിൽ നിന്ന് പുറത്തുവരുന്നത്. കോടികളുടെ ക്രമക്കേടും സ്വകാര്യ താൽപര്യങ്ങളും ഒളിഞ്ഞിരിക്കുന്ന ഈ സംഭവത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത അന്വേഷണത്തിനാണ് ഭരണകൂടം തയ്യാറെടുക്കുന്നത്. കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി എൻ പ്രശാന്ത് സമർപ്പിച്ച വിശദമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കൽ പ്രക്രിയയിലേക്ക് കടക്കുന്നു. ഉന്നതതല അന്വേഷണം കാര്യക്ഷമമാക്കണമെങ്കിൽ ഔദ്യോഗികമായി ഒന്നാം വിവര റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ടെന്നാണ് നിയമോപദേശം. വിവിധ വകുപ്പുകളിലെ സുപ്രധാന രേഖകൾ ശേഖരിക്കുന്നതിനും സംശയനിഴലിലുള്ളവരെ ചോദ്യം ചെയ്യുന്നതിനും ഈ പ്രാഥമിക നടപടി അത്യന്താപേക്ഷിതമാണ്. പോലീസ് അന്വേഷണം ശക്തിപ്പെടുന്നതോടെ കേസ് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയ്ക്ക് കൈമാറാനാണ് തത്വത്തിലുള്ള തീരുമാനം. പൊതുമുതൽ വ്യക്തിഗത ലാഭത്തിനായി ദുരുപയോഗം ചെയ്തു എന്ന ഗുരുതരമായ കണ്ടെത്തലാണ് പ്രശാന്തിന്റെ റിപ്പോർട്ടിലുള്ളത്. പൊതുഖജനാവിന് നഷ്ടമുണ്ടാക്കി ഒരു സ്വകാര്യ സ്ഥാപനത്തിന് വഴിവിട്ട സാമ്പത്തിക മെച്ചമുണ്ടാക്കി കൊടുത്തു എന്ന നിഗമനത്തിൽ ശക്തമായ വിജിലൻസ് അന്വേഷണം വേണമെന്ന് റിപ്പോർട്ട് വ്യക്തമായി തന്നെ ശുപാർശ ചെയ്യുന്നുണ്ട്. കാര്യങ്ങളുടെ ഭീകരതയും രാജ്യാന്തര ബന്ധങ്ങളും കണക്കിലെടുത്ത് കേന്ദ്ര ഏജൻസികളും ഈ വിഷയം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. വിദേശ നാണയ വിനിമയ ചട്ടം അതായത് ഫെമ ലംഘിച്ചോ എന്നതും കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമത്തിന്റെ വശങ്ങളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിച്ചേക്കും. സംസ്ഥാന വിജിലൻസ് അന്വേഷണത്തിന് ശേഷം മാത്രമായിരിക്കും ഇത്തരം കേന്ദ്ര ഏജൻസികൾ ഔദ്യോഗികമായി രംഗത്തിറങ്ങുക. സംഭവത്തിൽ സാമ്പത്തിക സ്രോതസ്സുകളുടെ സുതാര്യതയും GST നിയമലംഘനങ്ങളും പ്രത്യേകം പരിശോധിക്കുന്നുണ്ട്. പദ്ധതിക്കായി തുക സമാഹരിച്ച സ്പോൺസർമാരുടെ രജിസ്ട്രേഷൻ, മൂലധന ഉറവിടം എന്നിവ ധനവകുപ്പും വിജിലൻസ് സംഘവും സംയുക്തമായി തന്നെ വിലയിരുത്തും. ഇതിനകം തന്നെ GST വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് കാഞ്ഞങ്ങാട് GST ഓഫീസിൽ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കെതിരെ കേസുള്ളത് അന്വേഷണത്തിന് വലിയ വഴിത്തിരിവാകും. ലോക ചാമ്പ്യന്മാരായ അർജന്റീനയും മെസ്സിയും കേരള മണ്ണിലെത്തിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് ചൂണ്ടിക്കാണിച്ച് സംസ്ഥാന പോലീസ് നേരത്തെ തന്നെ അന്നത്തെ ഭരണകൂടത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. കരാറുകളിലും വാഗ്ദാനങ്ങളിലും നിഗൂഢതയുണ്ടെന്നും തുടർ നടപടികൾ അപകടകരമാണെന്നും ആഭ്യന്തര വകുപ്പ് ചൂണ്ടിക്കാണിച്ചുവെങ്കിലും ഭരണ നേതൃത്വം ഈ താക്കീതുകളെല്ലാം തള്ളിക്കളയുകയായിരുന്നുവെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. സ്പോൺസർഷിപ്പ് ഏറ്റെടുത്ത ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ അമരക്കാരനായ ആന്റോ അഗസ്റ്റിനും സഹോദരങ്ങൾക്കുമെതിരെ നിലവിലുള്ള ക്രിമിനൽ കേസുകളെക്കുറിച്ചും പോലീസ് അന്നു തന്നെ വ്യക്തമാക്കിയിരുന്നു. LDF സർക്കാരിന് വലിയ രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാക്കാവുന്ന വിഷയമാണിതെന്നും മാധ്യമ ചർച്ചകൾക്കും പ്രതിപക്ഷ ആക്രമണത്തിനും ആയുധമാകുമെന്നും അന്നത്തെ ആഭ്യന്തര സെക്രട്ടറി മുന്നറിയിപ്പ് നൽകിയെങ്കിലും അതൊന്നും വകവയ്ക്കാതെയാണ് കാര്യങ്ങൾ മുന്നോട്ടു നീങ്ങിയത്. അന്താരാഷ്ട്ര ഫുട്ബോൾ ഫെഡറേഷന്റെ ഔദ്യോഗിക അനുമതി പോലും ലഭിക്കുന്നതിന് മുമ്പ് മെസ്സി വരുമെന്ന് വലിയ പ്രചരണം നടത്തിയത് കേവലം ഒരു സ്വകാര്യ ചാനലിന്റെ റേറ്റിംഗിനും പ്രമോഷനും വേണ്ടി മാത്രമായിരുന്നു. കായിക പ്രേമികളുടെ വികാരങ്ങളെ ചൂഷണം ചെയ്ത് മൂല്യം വർദ്ധിപ്പിക്കാനാണ് പദ്ധതി ഉപയോഗിക്കപ്പെട്ടതെന്ന ഞെട്ടിക്കുന്ന വിവരവും പോലീസിന്റെ തുടക്കത്തിലെ റിപ്പോർട്ടിലുണ്ടായിരുന്നു. സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും വിദേശ ഫണ്ട് ഒഴുക്കിനെക്കുറിച്ചും കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ നേരത്തെ തന്നെ വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ആന്റോ അഗസ്റ്റിനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് അന്വേഷണം നീളുന്നത് സംസ്ഥാന സർക്കാരിന്റെ പ്രതിച്ഛായയെ നേരിട്ട് ബാധിക്കുമെന്നും ഇല്ലാത്ത വരവിനെ ചൊല്ലി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് വലിയ തിരിച്ചടിയാകുമെന്നും പോലീസ് മുൻകൂട്ടി വ്യക്തമാക്കിയതാണ്.